നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇരിക്ക. ഓ, ഇരിക്കൊന്നും വേണ്ട. അല്ല, തിരുമേനിയുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞു? എന്ത് തിരക്ക്? ക്ഷേത്രത്തില് വലിയ തിരക്കൊന്നുമില്ല അംബികെ. നിത്യപൂജ ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, അപ്പോ വഴിപാടും വരവുകളും ഒക്കെ കുറവാ. നിത്യച്ചിലവിനുള്ള കാര്യങ്ങളൊക്കെ കരയോഗക്കാരല്ലേ നോക്കുന്നത്. വയ്യ അംബികെ. പിന്നെ ദേവിയുടെ കാര്യമായതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റുമോ? 56 വർഷം കഴിഞ്ഞു ശാന്തിപ്പണി തുടങ്ങിയിട്ട്. കുളിയും തേവാരവും മുടക്കിയിട്ടില്ല, ഗായത്രിയും മുടക്കിയിട്ടില്ല, ദേവിയുടെ ഒരു കാര്യങ്ങളും മുടക്കിയിട്ടില്ല. പക്ഷെ എന്റെ കാര്യം അധോഗതി. വിഷമിക്കാതെ തിരുമേനി, എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ സംസാരിച്ചിരിക്കെ. അല്ല, ഈ വീട് ജപ്തിക്ക് വെച്ചിരിക്കാന്ന് കേട്ടു. ഇല്ല, നോട്ടീസ് വന്നിട്ടേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല? അംബിക ചേച്ചി കൂടുതൽ ഉപകാരങ്ങളൊന്നും ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ദയവേത് ചേച്ചിയെ ഇങ്ങോട്ട് വരരുത്. ആഹാ, അത് ശരി. അപ്പോ ഇന്നലെ വരെ ഉപകാരം ചെയ്ത ഞാൻ ഇപ്പൊ നിനക്ക് ശത്രു ആയോ? ആയോടി? ചേച്ചി, അത് പിന്നെ ഞാൻ... ദേ, കെട്ടിത്തൂങ്ങാൻ കയറെടുത്തവരാ നിന്റെ അപ്പൂപ്പനും നീയും. ആ കുഞ്ഞുങ്ങൾക്ക് വിഷവും കൊടുത്തിട്ട് ചാകാനായിരുന്നു നിന്റെ ഉദ്ദേശം. അവിടുന്നൊക്കെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഒരു കൈ പിടിച്ചുയർത്തിയത് ഈ ഞാനാ, ഈ അംബിക. അത് നീ ഇപ്പൊ മറന്നുപോയിരിക്കുക. ഒരു രാത്രിയില് എങ്ങോട്ട് പോകുന്നു പോലും പറയാതെ ഒരു വള്ളത്തിൽ കയറി പോയതാ നിന്റെ അച്ഛനും അമ്മയും. ആ വള്ളം പോലും ഇന്നേ വരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. ദേ, അന്നു മുതല് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ട്. നിന്റെ ആങ്ങളയുടെ ഹാർട്ട് ഓപ്പറേഷന്റെ പണം ഞാൻ തരാമെന്ന് പറഞ്ഞു. അനീത്തിയുടെ പഠന ചെലവ് അത് ഏൽക്കാമെന്നും പറഞ്ഞു. ഇതൊന്നും ചെറിയ ഉപകാരങ്ങളല്ല. ഞാൻ 10 ഉപകാരങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരുമ്പോ നീ ഒരു ഉപകാരം മാത്രം എനിക്ക് ചെയ്തു തന്നാ മതി. അത്രയും ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നീ കരയാതെ. നീ എന്നെ തള്ളി പറഞ്ഞപ്പോ ഞാൻ അല്പം ഇമോഷണൽ ആയിപ്പോയി. അത്രേ ഉള്ളൂ. പോട്ടെ. ദാ, ഇത് പിടിക്കേ. എനിക്ക് വേണ്ട. വേണം. ഇവിടെ കാശിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഒരാവശ്യമല്ല, 100,000 ആവശ്യം. പിടിക്കേ. ഇത് പിടിക്കാൻ. ദാ, ദേ, ഞാൻ ഉപകാരം ചെയ്യും. ഒരു പാല ഇടുന്നതേ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനാ. അത് നീയും മനസ്സിലാക്കണം. ഞാൻ ആവശ്യപ്പെടുന്നതൊക്കെ നീ എനിക്ക് ചെയ്തു തന്നിരിക്കണം. അല്ലെങ്കിൽ അറിയാലോ എന്നെ. പോയിക്കോട്ടെ. നിന്റെ അച്ഛനും അമ്മയും കയറിയ വെള്ളം ഏത് പുഴ വഴിയാ കടലിലേക്ക് ഒഴുകിയതെന്ന് എനിക്കേ അറിയൂ.